ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറാസ് ജേണി. ഇന്ന് ഓഗസ്റ്റ് 30 പുലർച്ചെ 5:30 കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ റെഡിയായി നേരത്തെ കെട്ടാൻ പോകണം. കെട്ടാൻ നമ്മൾ പോകുന്നത് വളാഞ്ചേരിയിലോട്ടാണ്. അപ്പോൾ എൻ്റെ ബിഫോർ കണ്ടു, ആഫ്റ്റർ എങ്ങനെയുണ്ട്? ഗ്ലാസ് സ്കിൻ എഫക്റ്റ് വന്നില്ലേ? അടിപൊളിയായിട്ടില്ലേ? നമ്മളെല്ലാവരും നേരത്തെ എണിച്ച് റെഡിയായിട്ട് പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ബസ്സിൽ എല്ലാവരും കൂടിയിട്ട് വളാഞ്ചേരിയിലേക്ക് പോകും. എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ്? അടിപൊളിയായിട്ടുണ്ടോ? ഇതേപോലത്തെ മേക്കപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിഗ് ഡേക്കോ നിങ്ങളുടെ ഗസ്റ്റായിട്ട് എവിടേക്കെങ്കിലും പോകാനാണോ അവിടേക്കൊക്കെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ഇങ്ങനത്തെ മേക്കപ്പ് വേണമെങ്കിൽ എന്നെ താഴെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്ക ഡയറക്റ്റ് പാലക്കാടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന്. മൈലാഞ്ചിയിൽ ഇക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഈ ബസ്സിൽ നമ്മളുടെ ഫാമിലി, അതായത് ചെക്കൻ്റെ ഉമ്മ വീട്ടിലത്തെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി വൈബാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു ബസ്സിൽ കയറി. ബസ്സിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കയറിയ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എന്തായിരിക്കും നടക്കുക? വേറെന്താ, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, സംസാരിച്ചിരിക്കുക. അതേപോലെ നമ്മളും ഇവിടെ പാട്ട് പാടി ഡാൻസ് കളിച്ചുകൊണ്ട് അടിച്ച് പൊളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ അടിച്ചു പൊളിച്ചിട്ട് പോയി ബിക്കോസ് വരുമ്പോൾ നമ്മൾ വയർ നിറച്ച് തിന്ന് കയറ്റിയിട്ട് രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണം, ഇത്ര നേരം ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം ഒക്കെ കൂടിയിട്ട് നമ്മൾക്ക് ഉറങ്ങാൻ മാത്രമേ തോന്നുള്ളൂ. സോ നമ്മൾ പോണ വഴിക്ക് തന്നെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പോകാറുണ്ട്. നമ്മളെല്ലാവരും പാട്ടുപാടി വൈബ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ സംസാരം കേട്ട് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു അടിപൊളി കച്ചേരി ആവട്ടെ. സുവർഗവും മലക്കൊടിയെ കോടുകളിൽ കവിത കണ്ടില്ലേ, ഇന്നും നിന്നോ മലയിൽ നോവുണരുമ്പോൾ എന്റെ കൽബിൽ നീയാണ്, ഹൃദയമെനിക്കാണ്, എന്നെ വിട്ട് പോകാതെ ഫാത്തിമ, ഫാത്തിമ. പക്കമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ കൊല്ല മുട്ടിനോടും അത്തറൊന്നു വേണ്ടി കൽബിലെ വിലാവുന്ന നല്ല പാട്ടുകാരാ. തത്തമിട്ടു ഞാൻ കാത്തു വെച്ചൊരല്ല മുട്ടിനോടും അത്തറൊന്നു വേണ്ടി അത്തറൊന്ന് കാണുവാൻ സർപ്രൈസായിട്ട് പാടിയതും അല്ലാണ്ട് പാടിയതും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പൂപ്പിക്ക് വേണ്ടി പൂപ്പി പാട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും പാടി. പിന്നെ നമ്മളുടെ ഓഡിറ്റോറിയം എത്താനായപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റിൽ തന്നെ പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനിയും പാട്ടുപാടി ഡാൻസ് കളിച്ചാൽ നമ്മുടെ കോസ്റ്റ്യൂം ചുളുങ്ങും, നമ്മളുടെ ഗെറ്റപ്പ് കേടുവരും. സോ എല്ലാവരും അവരവരുടെ സീറ്റിൽ തന്നെ കയറിയിരുന്ന് പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എന്തോ റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതും നമ്മുടെ ഓഡിറ്റോറിയം എത്തി. ഇവിടുത്തെ മോഡൽ എന്താ വെച്ചാൽ
പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റഡ് ആയിരുന്നു. നമ്മുടെ ഗ്രൂം അവിടെ എൻട്രിക്ക് വേണ്ടി നിൽക്കുകയാണ്. കാണണ്ട എല്ലാവർക്കും. നമ്മളെല്ലാവരും വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചിട്ട് മുകളിലേക്ക് കയറി. നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലാണ്. അപ്പോഴേക്കും നിക്കാഹ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ പേര് എഴുതിയിട്ടുള്ള ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈഡ് ഇതാണ്. ബ്രൈഡ് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം നമ്മൾ കൊണ്ടുപോയ കോസ്റ്റ്യൂമല്ല. അവിടെ നിക്കാഹിന് ശേഷമേ ഗ്രൂമിൻ്റെ സൈഡത്തെ ഡ്രസ്സൊക്കെ അവർ ഇടുള്ളൂ, അതിന് മുന്നേ ഇടില്ല. നമ്മളുടെ ഇവിടെ പാലക്കാട് സൈഡിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെയല്ല. ഇത് അവിടെ നിക്കാഹ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ് ധരിക്കുക. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞായിട്ട് ബ്രൈഡിൻ്റെ എൻട്രിക്ക് മുന്നായിട്ട് നമ്മളെല്ലാവരും താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് ലേഡീസും ജെൻസൊക്കെ സെയിം സീറ്റിംഗ് ആയിപ്പോയി. താഴെ തന്നെ എല്ലാവരും ഇറങ്ങി. പിന്നെ ഇത് വന്നിട്ട് ഞാനും ഷഹദയും കൂടിയിട്ട് ബ്രൈഡിൻ്റെ ബാക്കിൽ നിൽക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രൂമിനെ കണ്ട, ഗ്രൂമിൻ്റെ മുഖത്ത് 32 പല്ലും പുറത്താണ്. ഇവിടെ പിന്നെ നമ്മൾ വേറെ പാട്ടൊന്നുമല്ല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ എൻട്രിക്ക് അവരായിട്ട് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും 2 സൈഡിലുള്ള പാരൻസിൻ്റെയും പേര് ഇട്ടിട്ടുള്ളൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്രൈഡിൻ്റെ എൻട്രിയും എല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മഹർ വന്ന് ഗ്രൂം ബ്രൈഡിനെ അണിയിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുന്ന ഒരു സ്ഥലമാണിത്. ആ സ്റ്റേജ്, ആ നിമിഷം അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ആ ഒരു നിമിഷം, ആ ഒരു ദിവസം, അത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഇരുന്നിരുന്ന് നമ്മളായിരിക്കില്ല പിന്നത്തെ നമ്മൾ. പിന്നെ നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടും. നമ്മളുടെ എല്ലാം ഒരു തരിക്കെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം വരെ, നമ്മൾ ഇതുവരെ നമ്മളുടേതെന്ന് കരുതിയിരിക്കുന്ന നമ്മളുടെ വീട്, നമ്മളുടെ എല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റം സംഭവിക്കൂലേ? എന്താ അല്ലേ? ഈ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കേണ്ട നിമിഷവും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വർണ്ണിക്കപ്പെടുന്നൊരു നിമിഷമായിരിക്കും ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് ആ നിക്കാഹിൽ നിക്കാഹിൻ്റെ സമയത്ത് നമ്മളെ കൊണ്ട് സമ്മതം ചോദിച്ചിട്ട് ഒപ്പിടണ സമയത്തും പിന്നെ നമ്മളുടെ മഹർ നമ്മളുടെ കഴുത്തിൽ വന്ന് അണിയുമ്പോൾ ആ ഒരു നിമിഷം അതൊരു വേറെ ലെവൽ ഫീലാണല്ലേ. പിന്നെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞ് മഹറൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ നിന്ന് അവരിനെ കൺഗ്രാജുലേറ്റൊക്കെ ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി. നമുക്ക് ഇന്നിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി, കുട്ടൻ ബിരിയാണി, മന്തി, ബീഫ് മന്തി, പിന്നെ ഐസ്ക്രീം, ക്യാരറ്റ് ഹൽവ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല മത്ത് പിടിച്ചിട്ട് നമ്മൾ സീറ്റിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു 4 മണിയായ ശേഷം നമ്മൾ ബസ്സിൽ കയറി തിരിച്ചു, അതായത് പാലക്കാടിലേക്ക് തിരിച്ചു. പിന്നെ പറയണ്ടല്ലോ, ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കിടന്നുറങ്ങായിരുന്നു. എന്തിന്? ഈ ഞാനടക്കം. പിന്നെ നമുക്ക് ഈവനിങ് അവർ നമ്മളെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ വീട്ടുകാർ ബ്രൈഡിനെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുവായിലേക്ക് തിരിച്ചു. രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ കൊടുവായിലെത്തി. ഇനി നാളെ രാവിലെ എണീച്ചിട്ട് അടുത്ത ആളുടെ കല്യാണത്തിന് റെഡിയാവാനുള്ളതാണ്. അപ്പോൾ അത്ര ഉള്ളൊരു കുട്ടി കല്യാണ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.